വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം. അപ്പോൾ എൻ്റെ 5ാം ക്ലാസ്സിലെ മക്കളെല്ലാവരും നമ്മുടെ ബേസിക് സയൻസിൽ ഓരോ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത മാസം നമുക്ക് ക്രിസ്മസ് പരീക്ഷയാണ്. ആ ഒരു എക്സാമിന് വേണ്ടി എല്ലാ പ്രിപ്പറേഷനും നടത്തിയിട്ടുണ്ടാകുമെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബേസിക് സയൻസിലെ മനോഹരമായ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, സ്കൈ നിയർ അറ്റ് ഹാർട്ട് അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് ആകാശം. ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ കുറേ നക്ഷത്രക്കൂട്ടങ്ങളെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിനെ പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവയ്പ്പുകളാണ് ചുവടെ. ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ഇവ ക്രമത്തിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറേ നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ കുറേ എന്താ പറയുക പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം മംഗൾയാൻ 1 വിക്ഷേപണം, അതുപോലെ തന്നെ ഇൻസാറ്റ് 1 വിക്ഷേപണം, ആദിത്യയാൻ 1 വിക്ഷേപണം, പിന്നെ എന്താണ് ISRO നിലവിൽ വന്ന വർഷം, ചന്ദ്രയാൻ്റെ വിക്ഷേപണം, പിന്നെ എന്താണ് ആര്യഭട്ട 1 വിക്ഷേപണം. ഇതിൻ്റെയൊക്കെ ഇയർ, അതായത് വർഷം, ഇതൊക്കെ ഏത് വർഷമാണ് സംഭവിച്ചത് എന്ന് നോക്കിയിട്ട് അതിനൊരു ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർഷമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും മിസ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതാണ്ട് ആ ഒരു ഓർഡറിൽ മിസ് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്താണ്? ഒന്ന്, നമ്മുടെ ISRO നിലവിൽ വന്നത് എപ്പോഴാണ്? 1969-ലാണ്. പിന്നെ ആര്യഭട്ട 1 വിക്ഷേപണം 1975-ലാണ്. പിന്നെ ഇൻസാറ്റ് 1 വിക്ഷേപണം എത്രയാണ്? 1982-ലാണ്. ചന്ദ്രയാൻ 1 2008-ലും, മംഗൾയാൻ 1 2013-ലും, ആദിത്യയാൻ 1 2023-ലുമാണ്. അപ്പോൾ ഈ വർഷങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓർഡറിൽ എഴുതിയാൽ മതി. വർഷങ്ങൾ കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓർഡറിൽ എഴുതാൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും അല്ലേ. ഇനി ഇവിടെ നമുക്കറിയാം കുറേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്നും കൂടി നമുക്കൊരു ഐഡിയ വേണമല്ലോ. നമുക്കറിയാം നമ്മുടെ നമ്മൾ സോളാർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും സെൻറ്ററിൽ നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടി പറ്റും. ആ സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ കറങ്ങുന്ന ഗ്രഹങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഇതുപോലെ നിശ്ചിത പാതയിൽ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് പാത്തിൽ കറങ്ങുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതാണ് നമ്മുടെ മൂൺ. അതുകൊണ്ട് നമ്മൾ പറയും മൂൺ എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്, എർത്തിൻ്റെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ മനുഷ്യന്മാരെ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി പല പഠനങ്ങൾക്കും വേണ്ടി നമ്മൾ സ്പേസിലേക്ക് അയക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ സാറ്റലൈറ്റ്സും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ഉണ്ട്. ഇവിടെ കാണുന്നൊക്കെ എന്താണ്, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി റോക്കറ്റിൻ്റെ സഹായത്തോടുകൂടി സ്പേസിലേക്ക് അയക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെ പഠനത്തിന് വേണ്ടിയാണ് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ കുറേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഇൻസാറ്റ്. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയത്തിന് വേണ്ടിയാണ് അത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. പിന്നെ എജുസാറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അതുപോലെ IRNSS നാവിഗേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഒബ്സർവേഷൻ. അതുപോലെ തന്നെ ആസ്ട്രോസാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ജ്യോതിശാസ്ത്ര പഠനം എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ GSAT 7, അതുപോലെ തന്നെ എമിസാറ്റ്, ഇതൊക്കെ നമ്മുടെ ഡിഫൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പർപ്പസും അതുപോലെ തന്നെ പേരുകളും നിങ്ങൾ നോട്ട് ചെയ്യുക. മാച്ച് ദി ഫോളോയിങ് ഒക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം മാച്ച് ദി ഫോളോയിങ് ആണ്, പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല, മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറേ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് എർത്ത് സാറ്റലൈറ്റ്സ്, എർത്തിൻ്റെ ഉപഗ്രഹം ഏതാണ്? ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്: സൺ, മൂൺ, സാറ്റലൈറ്റ്, റോക്കറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നോക്കിക്കോളൂ, എർത്ത് സാറ്റലൈറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം.
ഓക്കെ. അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ്. യെസ്, വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനം. അതിനെ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹമാണ്. അപ്പം നമ്മളിതാ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടെ വരയ്ക്കുന്നു. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹം. ഇനി അടുത്തത് ഏതാണ്? കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ആരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്പേസിലേക്ക് എത്തിക്കുന്നത്? റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി. ഇനി അതുപോലെ തന്നെ ഗ്രഹങ്ങളെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കളെയായിരുന്നു നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കളെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് നമ്മുടെ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി സ്വയം പ്രകാശിക്കുന്നത് ഏതാണ്? നമ്മുടെ സൂര്യനാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്തിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരവ് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുക. നമ്മുടെ ഇംഗ്ലീഷിലും ഇതിൻ്റെ ചോദ്യം ഉണ്ട്, അതും നിങ്ങൾ എന്ത് ചെയ്യുക കേട്ടോ. വെതർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ റോക്കറ്റ് യൂസ് ചെയ്യുന്നു. സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്, അതാണ് നമ്മുടെ സാറ്റലൈറ്റ്. സെൽഫ് ഗ്ലോയിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ഈ കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. എന്നിട്ട് ഫുൾ സെറ്റായിട്ട് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും നല്ല മാർക്ക് മേടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.